ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് തൂത്തുക്കുടിയിലാണ്. ഇപ്പം രാത്രി 9 മണിയാണ്. അപ്പം 10 മണിക്കുള്ള പാലരുവിയിൽ കയറി കൊല്ലത്തേക്ക് പോകാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ എനിക്ക് ഷെയർ ഓട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഷെയർ ഓട്ടോയുടെ സമയമെല്ലാം കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നടന്നാലേ ട്രെയിൻ കിട്ടത്തുള്ളൂ. ഞങ്ങൾക്ക് അവിടെ നിന്ന് 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക്. പക്ഷേ ഇച്ചിരി ഇരുട്ടൊക്കെ ഉള്ളൊരു റൂട്ടാണ് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ ഇങ്ങനെ പതുക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മളൊരു ഓട്ടോ അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഷെയർ ഓട്ടോയിൽ പോവും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്നിപ്പം ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പം ഷെയർ ഓട്ടോയും പോയി, പിന്നെ ഓട്ടോ വിളിക്കാനും പറ്റിയില്ല. അപ്പം എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ധൈര്യസമയം നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഉള്ളിൽ നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പം എനിക്കിങ്ങനെ ഇരുട്ടത്തൂടെയൊക്കെ പോകുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം രണ്ടും കൽപ്പിച്ചൊക്കെ ഉള്ളൊരു പോക്കാണ് കേട്ടോ ഈ പോകുന്നത്. ഈ ഒരു സമയത്ത് ഈ റൂട്ടിലൊക്കെ വളരെ ആൾ കുറവാണ് കേട്ടോ. അപ്പം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും റെയിൽവേ സ്റ്റേഷൻ വന്നു. ഇവിടെ നിന്നൊക്കെ നല്ല വെട്ടമാണ് കേട്ടോ. സത്യത്തിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. നല്ല സ്ഥലമാണ്, നല്ല റൂട്ടാണ്, ഒന്നും പേടിക്കാനില്ലാത്ത സ്ഥലമാണ്. പക്ഷേ പേടി എൻ്റെ ഒരു ബേസ് സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് വെൽക്കം ടു പേൾ സിറ്റി എന്നൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പേൾ സിറ്റി തൂത്തുക്കുടിയുടെ വേറൊരു പേരാണ് കേട്ടോ. പിന്നെ അതാ നമ്മളുടെ തൂത്തുക്കുടി എന്നൊക്കെ എഴുതിയിട്ടുള്ള നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറി. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പം നമുക്ക് 90 രൂപയാണ് കേട്ടോ, തൂത്തുക്കുടി മുതൽ നമുക്ക് കൊല്ലം വരെ കേട്ടോ. അപ്പം നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. അപ്പം ഈ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് നമ്മുടെ പാലക്കാട് തൂത്തുക്കുടി പാലരുവി ട്രെയിൻ കേട്ടോ. അപ്പം ഇതിൻ്റെ മുൻപിലത്തെ ഒരു 3-4 ബോഗികൾ നമുക്ക് അൺറിസർവ്ഡ് ആണ്. അതല്ലാതെ കുറച്ച് ബോഗികൾ റിസർവേഷനുള്ള ബോഗികളും ഉണ്ട് കേട്ടോ. അപ്പം ചിലപ്പോൾ കീർത്തന കുഞ്ഞൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ റിസർവ് ചെയ്യാറുണ്ട്. അല്ലാതെ ഞാനോ സാറോ ശരത്തോ നിഞ്ചുസോ ഒക്കെ വരുന്ന സമയത്ത് നമ്മളങ്ങനെ റിസർവ് ചെയ്യാറില്ല, നമ്മൾ കയറിപ്പോരും. കാരണം അവിടെ നിന്ന് നമുക്ക് ആൾ ഒട്ടും കാണത്തില്ല കേട്ടോ. ഇങ്ങോട്ട് കൊല്ലത്തേക്ക് വരാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കിടന്ന് തന്നെ വരാം കേട്ടോ, ഒട്ടും ആൾ കാണത്തില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം കേട്ടോ. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം കാത്തിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുറച്ച് പേര് കയറുന്ന ഒരു ബോഗിയിലേക്ക് കയറാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോയാലോ. അപ്പം ഇതായി 2 പേര് പോകുന്നു. അപ്പം നമ്മളിങ്ങനെ ആകാംക്ഷയോട് നോക്കുന്നു, അവർ കയറുന്നില്ല. പക്ഷേ വേറെ കുറച്ച് പേര് കയറുന്ന കണ്ടു. അപ്പം അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പം നമുക്ക് ഈ ബോഗിയിൽ കയറാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ. തൂത്തുക്കുടിയിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ആൾ ഭയങ്കര കുറവാണെങ്കിൽ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഇച്ചിരി കൂടെ ഒക്കെ ആൾ കാണും കേട്ടോ. കണ്ടോ, എല്ലാ സീറ്റും ഇങ്ങനെ ഒഴിഞ്ഞാണ് കേട്ടോ കിടക്കുന്നത്. നമുക്ക് കിടന്നോ ഇരുന്നോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരാം കേട്ടോ. ഏകദേശം ഒരു പുനലൂർ കൊട്ടാരക്കരയൊക്കെ ആകുമ്പോഴേ നല്ല ആളൊക്കെ ആവത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒന്ന് കിടക്കണം എന്ന് വെച്ചാൽ ഇത്രയും സീറ്റ് കിടക്കുകയല്ലേ. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇഷ്ടംമാതിരി ആളുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് സമാധാനമായി വേണമെങ്കിൽ കിടന്നുറങ്ങാം. ഇതൊക്കെ ഒരു ടെൻഷനാണ് കേട്ടോ. തിരുനെൽവേലിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ആൾ കയറും കേട്ടോ. നമ്മൾ തിരിച്ച് പാലരുവിയിൽ വരുമ്പോഴും കൊല്ലത്തുനിന്ന് കയറുമ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി. തിരുനെൽവേലി എത്തുമ്പോൾ എല്ലാവരും ഇറങ്ങും, നമ്മൾ മാത്രം ആയിപ്പോവും കേട്ടോ. അപ്പം അതും ഞാൻ പറഞ്ഞില്ലേ, ഒരു ടെൻഷൻ യാത്രയാണ്. സത്യത്തിൽ പാലരുവി വന്നത് ഒരു അനുഗ്രഹമാണെങ്കിലും ഇത് ഒരു പ്രശ്നമാണ് കേട്ടോ. ആൾ ഇച്ചിരി കുറവാണ്. ഇനി ആയി വരുമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ തൂത്തുക്കുടിയിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടു. കറക്റ്റ് 10 മണിക്ക് ട്രെയിൻ പുറപ്പെടും കേട്ടോ. അപ്പം അത് പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പം അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ തൂത്തിമേരൂരാണ് കേട്ടോ. അപ്പം ഇതുമായിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ തൂത്തിമേരൂരെത്തും. അപ്പം അതും ഒരുപാട് നീളമുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, സ്റ്റേഷനും ഒന്നും വലുതായിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാ ട്രെയിനും നിർത്തും കേട്ടോ. ഇനി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാലരുവി നിർത്തുന്നത് തിരുനെൽവേലിയാണ്. അതായത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ട്രെയിൻ ഇനി ഇപ്പോൾ തിരുനെൽവേലിയിൽ എത്തത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് സുഖമായി ഉറങ്ങാം, അപ്പുറം ആളുണ്ടെന്നുള്ള സമാധാനത്തിൽ. ഓക്കെ. അപ്പോൾ കിടന്നിട്ട് കുറച്ച് നേരം നമ്മൾ മൊബൈലിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് നമ്മളെപ്പോഴൊക്കെയോ അങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെ തിരുനെൽവേലിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ സൈഡ് സീറ്റിലും പിന്നെ അതിൻ്റെ അപ്പറിലും ഒക്കെ ആളുകൾ വന്ന് കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് കേട്ടോ. ഞാൻ തിരുനെൽവേലി എത്തിയപ്പോഴാണ് ഉണർന്നത്. അപ്പോഴും കണ്ട കാഴ്ചയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെ ഉറങ്ങിയും ഉണർന്നും അങ്ങനെ ഒരുപാട് സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ. അപ്പം പുനലൂരൊക്കെ എത്തി. അപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഒരുപാട് കയറാൻ തുടങ്ങി. പിന്നെ നമുക്ക് കിടക്കാനൊന്നും ഒക്കത്തില്ല, നമ്മൾ എണീച്ചിരിക്കും കേട്ടോ. അപ്പോൾ സാധാരണ ആളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു 4 മണിക്ക് അലാറം വയ്ക്കും. അത് ഏകദേശം കുണ്ടറയൊക്കെ എത്തുന്ന സമയത്താണ്. അപ്പം പിന്നെ നമുക്ക് കുണ്ടറയിൽ നിന്ന് പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മളിഞ്ഞ് കൊല്ലത്തെത്തും. 4:15 നമ്മളിഞ്ഞ് കൊല്ലത്തെത്തും. അപ്പം
ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ദാ പോകുന്നു കുണ്ട്ര സ്റ്റേഷൻ. അപ്പോൾ കുണ്ട്ര സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനമാണ്, പിന്നെ പെട്ടെന്ന് ആയിക്കോളും കേട്ടോ. അപ്പം കൊല്ലത്തെത്താറായതുകൊണ്ട് തന്നെ ഞാൻ വാതിലിനടുക്കേട്ട് വന്ന് നിന്നു. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സമയം നിന്നു. അപ്പോൾ നമ്മുടെ കൊല്ലം സ്റ്റേഷൻ ഇതായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം സാറ് ഇവിടെ നിന്ന് ഇന്ന് തലേദിവസം രാത്രിയിൽ പാലരുവിയിൽ തന്നെ തൂത്തുക്കുടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ആ വണ്ടിയിൽ തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകും. അതാണ് ഞങ്ങളുടെ ടൈം ടേബിൾ. ഓക്കെ, എപ്പോഴും അങ്ങനെയല്ല, ഇടയ്ക്കുള്ള ടൈം ടേബിളൊക്കെ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന എസ്കലേറ്റർ വഴി അതിസാഹസികമായി ഈ പടികൾ ചവിട്ടി മുന്നേറുകയാണ്. ശബരിമലയിലെ പടികൾ കണക്കുണ്ടല്ലേ, നല്ല കുത്തനെ പടികളാണ് കേട്ടോ. അപ്പം ഈ പടി കയറി നമ്മൾ പോകുന്നത് നമ്മളുടെ സ്റ്റേഷൻ്റെ വെളിയിലേക്കാണ് കേട്ടോ. അങ്ങനെ സ്റ്റേഷനിലെ വെളിയിലേക്ക് ഇങ്ങനെ ഞാൻ മന്ദം നടക്കുകയാണ്. കാരണം നല്ല ക്ഷീണമാണ് കേട്ടോ. നമ്മൾ എത്ര ഉറങ്ങിയെന്ന് പറഞ്ഞാലും നമുക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് നടക്കുകയാണ്. ഇനി നമുക്ക് പോയി നമ്മുടെ ലെറ്റ്സ് തപ്പിയെടുക്കണം കേട്ടോ വണ്ടികളുടെ ഇടയിൽ നിന്ന്, എന്നിട്ട് വീട്ടിലേക്ക് പോകണം. ഓക്കെ, അപ്പം ഈ വഴികൾ പിന്നിടുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വ്ളോഗിൽ കാണാം.